ഐഷാപ്പൂറ്റിക്ക് പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യവും കൊല്ലത്തെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നുമില്ല. ദീർഘകാലമായി പാർട്ടി എല്ലാവിധ അംഗീകാരവും നൽകി ചേർത്ത് പിടിച്ച് വളർത്തിയ ആളാണ് ഐഷാപ്പൂറ്റി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, 3 ടേം MLA, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം, മഹിളാ അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ്, ഇങ്ങനെ തുടങ്ങി സംഘടനാ തലത്തിലും ബഹുജന സംഘടനാ തലത്തിലും പാർട്ടി തലത്തിലും ജനാധിപത്യ വേദികളിലും അർഹതപ്പെട്ടതിനപ്പുറമുള്ള സ്ഥാനമാനങ്ങൾ നൽകിയതാണ് കൊല്ലത്തെ പാർട്ടിയും സംസ്ഥാനത്തെ പാർട്ടിയും ഐഷാപ്പൂറ്റിക്ക്. ഇങ്ങനെ പൊടുന്നതിനെ ഒരു തീരുമാനമെടുത്ത് മാറുക എന്ന് പറയുന്നതിന് യാതൊരു ന്യായവുമില്ല. ഐഷാപ്പൂറ്റി തന്നെ പറയുന്നതായി പ്രതികരണം ഞാൻ കേട്ടു. ഞാന് ഇങ്ങനെ മാറുമ്പോൾ സഖാക്കൾ വർഗവഞ്ചന കാട്ടിയെന്ന് പറയുമായിരിക്കും. അപ്പൊ ഐഷാപ്പൂറ്റി തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് വർഗവഞ്ചനയാണ് കാട്ടിയതെന്ന്. അങ്ങനെ പറയുമായിരിക്കും. ഞാൻ എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് നിൽക്കുന്നത്, ഇങ്ങനെയാണ് പ്രതികരണം നടത്തിയതായി ഞാൻ കണ്ടത്. എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ എങ്ങനെയാണ് കോൺഗ്രസിൽ പോകാൻ പറ്റുക? കോൺഗ്രസ് ഏത് മനുഷ്യരുടെ പ്രശ്നമാണ് ന്യായമായ പ്രശ്നത്തിന് ഒപ്പം നിൽക്കുക, ജനങ്ങളോടൊപ്പം നിൽക്കുന്നത്? ഇപ്പൊ രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റ് തൊഴിലാളിയെ മുഴുവൻ അടിമകളാക്കുന്ന ലേബർ കോഡ്, അതുപോലെയുള്ള കർഷക വിരുദ്ധ നയങ്ങളൊക്കെ കൊണ്ടുവരുമ്പോ രാജ്യമെമ്പാടുമുള്ള തൊഴിലാളികളും കർഷകരും ഒരുമിച്ച് നടത്തുന്ന പോരാട്ടത്തിൽ കേരളത്തിൽ കോൺഗ്രസ് ആ പോരാട്ടത്തിൽ ഒരുമിച്ചില്ല. എങ്ങനെയാണ് കോൺഗ്രസിനെ വിശ്വസിക്കുന്നത്? അപ്പൊ കോൺഗ്രസ് ഏത് തലത്തിലാണ് മനുഷ്യർക്കൊപ്പം നിൽക്കുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു എന്ന് പറയുന്നത്. ഏത് മനുഷ്യർക്കൊപ്പമാണ് കോൺഗ്രസ് നിൽക്കുന്നത്? തീർച്ചയായും ഐഷാപ്പൂറ്റി എനിക്ക് ഒരു സ്ഥാനമാനവും വേണ്ടെന്ന് ഇടയ്ക്ക് പറയുന്നത് കേട്ട് തൊട്ട് താഴെ എഴുതി കാണിക്കുന്നു കൊട്ടാരക്കര മത്സരിക്കും. അപ്പൊ സ്ഥാനമാനങ്ങൾക്കുള്ള ഒരു ആർത്തി എന്നത് പറയുന്നത് ഒരു മനുഷ്യനെ എങ്ങനെ വഷളാക്കും എന്നതിന്റെ ഉദാഹരണമാണ് ഐഷാപ്പൂറ്റി. അതിനപ്പുറം ഞാനൊന്നും പറയുന്നില്ല. ഐഷാപ്പൂറ്റിയെ കുറിച്ച് എനിക്ക് വേറൊന്നും പറയാൻ ഞാനിപ്പോ ഉദ്ദേശിക്കുന്നില്ല. വളരെ സൗഹൃദം പുലർത്തിയിരുന്നതാണ് ഞങ്ങളെല്ലാമായിട്ട്. ഇത്തരം ഒരു ഐഷാപ്പൂറ്റിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വർഗവഞ്ചന എന്ന് ഐഷാപ്പൂറ്റി തന്നെ പറയുന്നുണ്ട്. ആ ഭാഷയിൽ ആ ഐഷാപ്പൂറ്റി ഉപയോഗിച്ച ഭാഷ വാസ്തവത്തിൽ ഐഷാപ്പൂറ്റി ചെയ്തിരിക്കുന്നു എന്നതാണ് എന്റെ അർത്ഥം. തീർച്ചയായും രാജ്യത്തെ ജനങ്ങൾ, തൊഴിലാളികൾ, കൃഷിക്കാർ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളുടെ പോരാട്ടങ്ങൾ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ ഒരുമിപ്പിക്കാനാണ് CPIM-ഉം മറ്റ് വർഗപ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത്. രാജ്യത്തെ ഏക ബദലാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ നീക്കം. ആ ബദലിനെതിരെ നിൽക്കുന്ന ഏതൊരു നീക്കവും തൊഴിലാളികളോട്, കൃഷിക്കാരോടും നാടിനോടുമുള്ള വഞ്ചനയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ അതിനെ നേരിടാൻ തക്ക കരുത്ത് ഈ ജില്ലയിലെ പ്രസ്ഥാനത്തിനുണ്ട്, ഈ ജില്ലയിലെ വർഗപ്രസ്ഥാനത്തിനുണ്ട്. ഞങ്ങളത് നേരിടും. യാതൊരു തരത്തിലുള്ള മറ്റ് പ്രതിഷേധങ്ങളോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് വളരെ സംയമനത്തോടു കൂടി ഈ രാജ്യത്തെ തൊഴിലാളികളെ സംരക്ഷിക്കാൻ, കൃഷിക്കാരെ സംരക്ഷിക്കാൻ, നാടിലെ ജനങ്ങളുടെ പോരാട്ടത്തിൽ മുഴുവൻ ആളുകളെ അണിനിരത്താനുള്ള എല്ലാ കരുത്തും ശക്തിയും ഈ ജില്ലയിലെ പാർട്ടിക്കുണ്ട്. ഞങ്ങളത് നേരിടും.